വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറവിൽ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച സംഘടനകളുടെ വ്യാജമുഖം നേതാക്കൾ തന്നെ തുറന്നുകാട്ടുന്നു. CJPയിൽ കടുത്ത ആഭ്യന്തര ഭിന്നത രൂക്ഷമായതോടെ സമരക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം നീറ്റ് പരീക്ഷയല്ല, മറിച്ച് സാമ്പത്തിക ലാഭവും ഹൈന്ദവ വിരുദ്ധ പ്രചാരണവുമാണെന്ന വെളിപ്പെടുത്തലുമായി നേതാക്കൾ തന്നെ രംഗത്ത്. അഭിജിത് ദീപ്കെയും വിജയ ദാഹിയും തമ്മിലുള്ള പരസ്യപ്പോരിലൂടെ വഞ്ചിക്കപ്പെട്ടത് സാധാരണ ഉദ്യോഗാർത്ഥികളാണെന്ന വിമർശനവും ശക്തമാകുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ എന്ന പേരിൽ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ നിഗൂഢ അജണ്ടകൾ ഒടുവിൽ പുറത്താകുന്നു. സംഘടനയ്ക്കുള്ളിലെ കടുത്ത വിഭാഗീയതയും ഭിന്നതയും തെരുവിലേക്ക് നീണ്ടതോടെയാണ് CJPയിലെ പ്രമുഖ നേതാക്കളുടെ നിഗൂഢ താൽപ്പര്യങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുകയല്ല, മറിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലും ഹൈന്ദവ വിരുദ്ധ അജണ്ടകൾ പ്രചരിപ്പിക്കലുമാണ് സമരക്കാരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പ്രമുഖ നേതാവ് വിജയ ദാഹിയ തന്നെ തുറന്നു പറഞ്ഞു. സംഘടനയിലെ മുതിർന്ന നേതാവ് അഭിജിത് ദീപക്കെയും വിജയ ദാഹിയയും തമ്മിലുള്ള കടുത്ത വാക്പോരിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. तो मतलब एक ऐसे टाइम पे जब मैं इतना एक्टिवली उस प्रोपेगेंडा को डिबंक कर रहा था, जो कि पिछले 30 दिन से कर ही रहा हूँ, और ऐसे में एक अचानक से कॉल आता है और आपको पता चलता है कि जो आपके टीममेट्स हैं उन्होंने आपको बलि का बकरा बना दिया. तो थोड़ा बुरा तो लगा, जो कि क्लियर भी है कि जो वे लोग थे वो कोई प्रोटेस्टर नहीं थे, वे मनुवादी थे, जिन्हें इस बात से दिक्कत थी कि मैंने ये क्यों कहा कि प्रेमानंद मेरे लिए महाराज नहीं है. और वो मैं फिर से कहता हूँ कि अगर आप आसाराम को राम और कृष्ण से कंपेयर करोगे तो नहीं है मेरे लिए महाराज. तो ये अकाउंटेबिलिटी नहीं है, ये मनुवादियों के आगे घुटने टेकने वाली बात है. इसलिए बुरा लगा, लेकिन उन्हें लगता है कि आंदोलन को इससे मतलब फायदा होगा, तो ये सही. സ്വാർത്ഥ താൽപര്യങ്ങൾക്കും ഫണ്ട് പിരിവിനുമായി വിദ്യാർത്ഥികളെ റോഡിലിറക്കി സമരം നയിച്ച സംഘത്തിന്റെ തനിനിറം പുറത്തു വന്നതോടെ വലിയ അമർഷത്തിലാണ് വിദ്യാർത്ഥികൾ. വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ സമരരംഗത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗം പ്രക്ഷോഭത്തിൽ നിന്നും പിന്നോട്ടു പോകുകയാണ്. ജനം, ഡൽഹി.